ഹായ് ഹലോ, ഇന്നാണെങ്കിൽ ഇതെൻ്റെ പപ്പായുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞങ്ങൾ ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അതുമല്ല, ഇന്നാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ലീവ് തീർന്ന് തിരിച്ചു പോവുകയാണ്. അപ്പം ട്രെയിനാണ് പോകുന്നത്. അപ്പം ഞാനാണെങ്കിൽ 2 പൊതി ചോറും എൻ്റെ ചപ്പാത്തിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും. അപ്പം തങ്കച്ചേട്ടൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം അവരുമായിട്ടൊക്കെ കാര്യം പറഞ്ഞുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നേരെ മുകളിലോട്ട് വന്നു. നമ്മൾ പോകാനുള്ള സാധനമൊക്കെ കുറച്ചൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വെക്കാനുള്ള ബാക്കി സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് നമുക്കൊരു 6:30ക്കാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഞങ്ങളൊരു 5:45 5:30 ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി എല്ലാം റെഡിയായി. ഞാനും കുളും കൂടെ പോകുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ താഴെ വന്ന് നമ്മൾ എടുത്തു വെച്ചിരുന്ന 2 പൊതി ചോറുണ്ട്. അതുപോലെ വൈകിട്ട് രാവിലെ കഴിക്കാനുമായിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഞാനെടുത്ത് ബാഗിൻ്റെ അകത്ത് വെക്കുന്നുണ്ട്. അതുപോലെ 2 കവറ് ഞാൻ ഉപ്പേരി എടുത്ത് വെക്കുന്നുണ്ട് ട്രെയിനിൻ്റെ അകത്ത് വെച്ച് കഴിക്കാൻ വേണ്ടി കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ തങ്കച്ചേട്ടൻ ബാഗൊക്കെ കൊണ്ടുവന്ന് വണ്ടിയുടെ ഡിക്കിക്കകത്തൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ എല്ലാവരോടും യാത്ര പറയുക അവിടെ നിന്ന്. പിന്നെ നമ്മുടെ ഗേറ്റൊക്കെ തുറന്നു തന്നത് നമ്മൾ തക്കുവും കുളുവും കൂടാണ്. പിന്നെ തക്കുവും നമ്മുടെ കൂടെ വരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട്. നമ്മൾ പോകാൻ നേരം തക്കു വഴക്കിട്ട് തക്കുവും വരണമെന്നും പറഞ്ഞ് അപ്പം നമ്മൾ തക്കുവിനെയും കൂടെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ പപ്പായും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന കായംകുളം എത്തി കേട്ടോ. ഇപ്പം റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടാണ് കായംകുളത്തു നിന്ന് കയറി ഇറങ്ങാനും ഒക്കെ. അങ്ങനെ നമ്മൾ കായംകുളത്തു നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുക കേട്ടോ. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള വഴിയാണിത്. റൈറ്റിലോട്ടാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന ഭാഗത്തെ റോഡും ഭയങ്കര മോശമായിരുന്നു കേട്ടോ. ഒരേ ഭാഗത്തും ഭയങ്കര കുണ്ടും കുഴിയും. പിന്നെ അതുപോലെ നല്ല റെയിൽവേ സ്റ്റേഷൻ റോഡല്ലേ, അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ റോഡും മോശമായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ റോഡിലൊക്കെ പണിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പേയാൻ പാർക്കിലാണ് ഞങ്ങൾ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുകയാണ്. അവിടെയും റെയിൽവേ സ്റ്റേഷൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ കയറാനും ഒക്കെ. പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ പിടിക്ക് പിടിച്ച് പിള്ളേരെയൊക്കെ അകത്ത് കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാനായിട്ടാണ് തങ്കച്ചേട്ടനും പപ്പായും കൂടെ പോകുന്നത്. ഗുളും തക്കുവാണെങ്കിൽ എസ്കലേറ്ററെ കയറിയ സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ തങ്കച്ചേട്ടൻ്റെ ട്രെയിൻ വന്നിട്ടുണ്ട് പോകാനുള്ള. അപ്പം 6:30ക്ക് ട്രെയിൻ വരുമെന്ന് പറഞ്ഞെങ്കിലും 7:15 ട്രെയിൻ വന്നു. അപ്പോൾ നമ്മളോട് ടാറ്റ പറഞ്ഞു തങ്കച്ചേട്ടൻ പോയിട്ടുണ്ട്. ട്രെയിനൊക്കെ പോയപ്പോൾ മനസ്സിൽ ചെറിയൊരു വിഷമമൊക്കെ തോന്നി. എന്തോ അറിയില്ല, എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കാം.